അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. വലു റാജ മഹല്ലി നാലാം വാല്യം 48-ാം പേജ്. വലു റാജ തലാഖ് ചൊല്ലിയ ഭർത്താവ് മടക്കിയെടുത്താൽ, ഭാര്യ പദവിയിലേക്ക് മടക്കിയാൽ, ആയിരൻ ഗർഭിണി അല്ലാത്ത ഇദ്ദിരിക്കുന്ന പെണ്ണിനെ സുമ്മ തല്ലഖ അങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം പിന്നെ തലാഖില്ലേ. എന്നാൽ ഇസ്തിഗ്നാഫത്ത് ഈ മടക്കിയെടുക്കപ്പെട്ടതിന് ശേഷം വീണ്ടും തലാഖല്ലപ്പെട്ട ഈ പെണ്ണ് ഇദ്ദ തലക്കൊന്നും തുടങ്ങണം. നേരത്തെ ചിലപ്പോൾ മടക്കിയെടുക്കുന്നതിന് മുമ്പ് ഒരു കുറവോ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതിന് പൂർത്തിയാക്കിയാൽ പോരാ. അതിന് തലക്കുന്നതിന് 3 കുറവ് അല്ലെങ്കിൽ 3 മാസം വേണം. സ്വഭാവം വത്തിയഹ ഈ മടക്കിയെടുത്ത ഭർത്താവ് ഓളെ ഈ ഹായിലായ പെണ്ണിനെ വത്ത് ചെയ്യട്ടെ. റജിയത്തി മടക്കിയെടുത്തതിന് ശേഷം അമലാലെ മത്ത് ചെയ്യാണ്ടിരിക്കട്ടെ. രണ്ടായിരുന്നാലും അവള് നേരത്തെ ഇദ്ദ കംപ്ലീറ്റ് ആക്കിയാൽ പോരാ, മറിച്ച് ഇതിന് തലക്കുന്നതിന് തുടങ്ങണം. എന്തേ തലക്കം തുടങ്ങണമെന്ന് അറിയാൻ കാരണം ലി ഔദിഹ ഈ മടക്കിയെടുക്കപ്പെട്ട പെണ്ണ് മടങ്ങിയതിന് വേണ്ടി റജിയത്തി ഭർത്താവ് മടക്കിയ കാരണം കൊണ്ട് ഇല്ല നിക്കാഹിലേക്ക് തിരിച്ചെടുത്തായ കാരണം നിക്കാഹിലേക്കോൾ മടങ്ങിയല്ലോ. മടക്കിയെടുത്ത കാരണം കൊണ്ട് മടങ്ങിയില്ല നിക്കാഹിലേക്ക് മടങ്ങി. അല്ലെങ്കിൽ എങ്ങനത്തെ നിക്കാഹാണ് ഉത്തിയത്തിൽ ഫീ ആ നിക്കാഹിലാണ് വത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ വത്ത് ചെയ്യപ്പെട്ട നിക്കാഹ് ഇദ്ദ തലാഖിലിരിക്കുകയാണെങ്കിൽ ഇദ്ദ തലക്കം വേണമല്ലോ. ഒരുപാട് ഇദ്ദ തലക്കം തന്നെ വേണം. അഫിൽ ഖദീമി എന്നാൽ ഇമാമിന് ഷാഫി റളിയല്ലാഹുവിൻ്റെ ഖദീമായ ഒരു കൗലുണ്ട്. തബിനി ഇപ്പോൾ തലക്കൊന്നും തുടങ്ങണ്ട, മറിച്ച് ഓള് എടുത്താൽ മതി. അലാമ സബക്കമിൽ ഇദ്ദത്തി അലാമ ഒന്നിൻ്റെ മേൽ സബക്കാവുന്ന കഴിഞ്ഞമിൽ ഇദ്ദത്തി ഇദ്ദയിൽ നിന്ന് കബില റജത്തി മടക്കിയെടുക്കുന്നതിന് മുമ്പ് എത്ര ഉള്ളത് ബാക്കി പൂർത്തിയാക്കുക. ബാക്കി അപ്പോൾ ഒരു കുറു കഴിഞ്ഞിരിക്കണ്, എന്നാൽ 2 കുറൂടി മതി. അല്ല മടക്കിയെടുക്കുന്നത് 2 കുറു കഴിഞ്ഞപ്പോൾ മടക്കിയെടുത്തത്, എന്നാൽ ഇനി ഇപ്പോൾ ഒരു കുറൂടി മതി എന്ന്. പക്ഷേ ഖദീമിന് മടക്കിയെടുത്താൽ മതിയെന്ന് എപ്പോഴാ ഇല്ലം എത്ത് ഈ മടക്കിയെടുത്ത ഭർത്താവ് വത്ത് ചെയ്തിട്ടില്ലെങ്കിലാണ് വയദഹ മടക്കിയെടുത്തതിന് ശേഷം വത്ത് ചെയ്തിട്ടില്ല. എന്നാൽ നേരത്തെ തന്നെ എടുത്ത് പൂർത്തിയാക്കിയാൽ മതി, തലകം തുടങ്ങണ്ട എന്ന് ഖദീമിനുണ്ട്. ഇനി പറയും ഇതിപ്പോൾ ഹായിലിനെ മടക്കിയെടുത്തെങ്കിൽ ഇനി അതല്ല ഔ റാജ ഹാമിലൻ. ഇനി അല്ലെങ്കിൽ ഭർത്താവ് മടക്കിയെടുത്തത് ഗർഭിണിയായിരിക്കുന്ന തലാഖല്ലപ്പെട്ട ഭാര്യനാണെങ്കിൽ സുമ്മ തല്ലക്ക അങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം പിന്നെ ഓന് ഓളെ തലാഖില്ലി എന്നാൽ ഫബിൽ വളി ആ ഹംദിനെ പ്രസവിക്കൽ കൊണ്ട് തങ്കളി ഇദ്ദത്തുഹ അവളുടെ ഇദ്ദ അവസാനിക്കും, ഇദ്ദ തീരും. സ്വഭാവൻ വത്യഹ ബഅദ റജൂത്തിയമില്ല അവിടെ മടക്കിയെടുത്തതിൻ്റെ ശേഷം അവളെ ആ ഗർഭിണിയെ പെണ്ണെ വത്ത് ചെയ്യാതിരിക്കട്ടെ. രണ്ടായിരുന്നാലും അവളെ പ്രസവിക്കലോട് ഇദ്ദ തീരും. ഫലവ് വലത്ത് അവൻ പ്രസവിക്കലോട് ഇദ്ദ തീരുന്നല്ലേ പറഞ്ഞത് എന്ന് വെക്കുമ്പോൾ ഫലവ് വലത്ത് ഇവൾ പ്രസവിച്ചു. ഈ മടക്കിയെടുക്കപ്പെട്ട ഗർഭിണിയ ഭാര്യ പ്രസവിച്ചു. ബഅദ റജൂത്തി ഭർത്താവ് മടക്കിയെടുത്തതിന് ശേഷം പ്രസവിച്ചു. സുമ്മ തല്ലഖ അങ്ങനെ പ്രസവിച്ചതിന് ശേഷം ഈ മടക്കിയെടുത്ത ഭർത്താവ് തലാഖ് ചൊല്ലി. എന്നാൽ ഇസ്തിഗ്നാഫത്ത് അവിടെ ഓളിനി തുടങ്ങണം ഇദ്ദത്തിന് വേറൊരു ഇദ്ദ തുടങ്ങണം. അല്ല യുദ്ധത്തിന് ഇതിനെ തുടങ്ങണം. എങ്ങനെ തുടങ്ങണം? ബിൽ അക്രായി കുറുകളെ കൊണ്ട് തുടങ്ങണം. സ്വഭാവൻ വത്യഹ അവിടെ ഓനി ആ ഗർഭിണിയായ പെണ്ണിനെ മടക്കിയെടുത്തിട്ട് വത്ത് ചെയ്യട്ടെ. വാതിൽ വന്ന് ഈ പറ്റിയതിന് ശേഷം വത്ത് ചെയ്യട്ടെ, അവൻ്റെ വത്ത് ചെയ്യാണ്ടിരിക്കട്ടെ. ഏതായിരുന്നാലും അവളിനി വേറൊരു യുദ്ധ കുറുകൊണ്ട് തുടങ്ങണം. അതെന്താ തുടങ്ങാമെന്നറിയാൻ കാരണം ലി ഔദിഹ അവൾ മടങ്ങലുണ്ടായി റജീത്തി ഭർത്താവ് മടക്കിയെടുത്ത കാരണം കൊണ്ട് നിക്കാഹിലേക്ക് മടങ്ങലുണ്ടായി. അല്ലെങ്കിൽ എങ്ങനത്തെ നിക്കാഹാണ് ഉത്തിയത്ത് ഫിയ നിക്കാഹിലാണെങ്കിൽ ഒത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഒത്തിയപ്പെട്ട നിക്കാഹിലേക്ക് മടങ്ങിയാൽ പിന്നെ വത്തുനിന്ന് ആ നിക്കാഹ് ഒഴിവാക്കുമ്പം ഇത് വേണം, ഉടനെ വേറെ ഇതന്നെ വേണം. ഈ പ്രസവിക്കലോട് അത് നടക്കൂല എന്നർത്ഥം. ഒക്കയില്ല. ഇനി പറയപ്പെട്ടു ഇല്ലം എത്ത് ഈ ഗർഭിണിയായ ഭാര്യയെ മടക്കിയെടുത്ത ഭർത്താവ് ഓളെ വത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ബാദൽ വതി ഓളെ പ്രസവിച്ചതിന് ശേഷം വത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഫലാ ഇദ്ദത്താലിഹ അവളുടെ മേൽ ഇദ്ദ വേണ്ടതില്ല എന്ന് പറയപ്പെട്ടു. അതെന്താ വേണ്ടാന്ന് പറയുന്നത്? ബിനാൻ എടുത്തിട്ട് അല അന്നൽ ആയിര ഗർഭമില്ലാത്ത പെണ്ണ് തെബിനി അവൾക്ക് മുമ്പേ തന്നെ ഒരു എടുക്കാന്നൊരു ഖദീമായ കൗലുണ്ടായിരുന്നല്ലോ. ആ ഖദീമായ കൗല് പ്രകാരം ഇവിടെ ഇദ്ദ വേണ്ട എന്ന് പറയപ്പെട്ടു. എന്താ ഇവിടെ ഇദ്ദ ഇനി വേണ്ട എന്ന് പറയുന്നത്? തഅദ്ദുരി ബിനായിൽ അക്രായി കുറുകളെ എടുക്കൽ അസാധ്യമായതിനു വേണ്ടി ഹംലിൻ്റെ മേലെ ഹംലും കുറും തമ്മിൽ ബന്ധമല്ല. ഹംലുകൊണ്ടല്ലേ ഇത് തീരാ, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി വേറെ വേണ്ട. മറ്റെടുത്താണെങ്കിൽ അതിൻ്റെ മേലെ എടുക്കാമെന്നുള്ളതായിരുന്നു. ഖദീമാർ പറഞ്ഞ അതിനോട് എടുക്കാം. ആ എടുക്കലോടെ നടക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇനി അവിടെ ഇദ്ദന്നെ വേണ്ട.
ഫഫിർ റൗദത്തി വാസിരിയ എന്നാൽ റൗദയിലുണ്ട് അസല റൗദയിലും ഒക്കെ ഉണ്ടെന്ന് അന്നഹു നിശ്ചയമായിട്ടും ഈ ഗർഭിണിയെ തിരിച്ചെടുത്തായിരിക്കുന്ന ഭർത്താവ് ഇൻ വത്തിയ ആ ഗർഭിണിയെ വത്ത് അല്ലെങ്കിൽ വത്തിയ ആ പെണ്ണെ വത്ത് ചെയ്ത് കബിൽ വതി ഓൾ പ്രസവിക്കുന്നതിന് മുമ്പോ അവ ഭയതോ ശേഷമാണ് വത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇസ്തൈനഫത്ത് ഓളിൽ തലക്കൊന്നും കുറവുകൊണ്ട് ഇത്ത തുടങ്ങണമെന്ന് ഫൈലും എത്ത് ഇനി അതെല്ലാം മടക്കിയെടുത്തിട്ടുള്ളൂ വത്ത് ചെയ്തിട്ടില്ല എന്നാൽ ഫക്കതാലിക്ക എന്നാലും അപ്രകാരം എന്ന് പറഞ്ഞാൽ അവൾ തലക്കം തുടങ്ങണം. വക്കീലനി പറയപ്പെട്ടു ലാ ഇദ്ദത്താലേ അവൾക്ക് ഇദ്ദന്നെ വേണ്ടയില്ല. അതായത് പത്ത് ചെയ്തിട്ടില്ലെങ്കിലേ അതിൻ്റെ മുമ്പ് ശേഷം ഒന്നും പത്ത് ചെയ്തില്ലെങ്കിൽ ഇദ്ദന്നെ വേണ്ട. ഓക്കെ ലാ ഇദ്ദത്തലേ. അപ്പോൾ അങ്ങനെ ഒരു കിലുണ്ട്. അപ്പോൾ നെഫ്യൂൽ വത്തി. അപ്പോൾ മുസ്ലിം ഇവിടെ മത്തിൽ എന്ത് പറഞ്ഞു? ഇല്ലം എത്ത് വത്ത് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ആ വത്ത് നഫി ചെയ്യൽ ഷാമിലുൻ അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് ലിമാ ഖബൽ വളി വബഅദ് കീലപ്രകാരം പ്രസവിക്കുന്നതിന് മുമ്പും ശേഷവും രണ്ടും വത്ത് ചെയ്തിട്ടില്ല അതിനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. വിഷയത്തിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഫീഹി കായത്തി ഹാദൽ വജി ഇപ്പം പറഞ്ഞേ കീല എന്ന് പറഞ്ഞല്ലോ, പിന്നെ കീല ലാ ഇദ്ദത്തലിഹ എന്നല്ല, ഈ കീലയിൽ രണ്ടും പെടുന്നുണ്ട്. അപ്പോൾ ഫലൂസാദ മുസ്ലിം റഹിമഹുല്ലാഹുത്തലങ്ങാനും ഏറ്റിരുന്നെങ്കിൽ അലാ കൗലിഹി മഹാനവറുകളുടെ വാക്കിനേക്കാൾ എന്തെന്നുള്ള വാക്ക് ഇവിടെ ഈ അവസാനം പറഞ്ഞല്ലോ വക്കീല ഇല്ലം യത്ത് ബാദൽ വലി വലായിദ്ദത്താണ്. അവിടെ മുമ്പ് ഏറ്റിരുന്നെങ്കിൽ ബാദൽ വലി എന്ന വാക്ക് പറഞ്ഞ ശേഷം മഹാനവറുകൾ ഏറ്റിരുന്നെങ്കിൽ ഔ കബലുഹു എന്നും കൂടി ഏറ്റിരുന്നെങ്കിൽ ഔ മത്തിനെന്താവും വക്കീല ഇല്ലം യത്ത് ബാദൽ വലി ഔ കബലുഹു എന്ന് അങ്ങനെ മുമ്പിൽ പറഞ്ഞിരുന്നെങ്കിൽ ഔ ഹദഫു അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതായിരിക്കുന്ന ബാദൽ വലുവിനായിട്ട് കളഞ്ഞാൾ എന്നിട്ട് എന്ത് മാത്രം പറയുക ഇല്ലം യത്ത് ഫലാ ഇദ്ദത്താന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ കമാഫിൽ മുഹറരി റാഫിയാൻ്റെ മുഹറിൽ അങ്ങനെയുള്ളത് ബാദൽ വലിയുമില്ല കബിൽ വലിയുമില്ല കാലി ഇല്ലം യത്ത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ രണ്ടാലും പണി ചെയ്തിരുന്നെങ്കിൽ വഫാവിമ വെക്കിറ ഈ പറയപ്പെട്ടുകൊണ്ട് അതായത് വലുവിൻ്റെ മുമ്പും ശേഷവും രണ്ടിനെയും ഉൾക്കൊള്ളിക്കുന്നു പറഞ്ഞല്ലോ, രണ്ടും ഉൾക്കൊള്ളിയായിരുന്നു ഈ കീഴിൽ. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അതായിരുന്നു നല്ലതെന്ന് പറയാൻ പറ്റും. വലു ഹാല ഇനി ഈ തലാഖ് ജില്ല വലു ഹാല ഇനി തലാഖില്ലിക്കല്ല മറിച്ച് ഹുല്ല് ചെയ്ത് ഇവതിന് പകരം തലാഖില്ല നീനെക്കാണല്ലോ ഹുല്ല് എന്ന് പറയുക. ആരാ ഹുല്ല് ചെയ്തത്? മൗത്തുവത്തൻ വത്ത് ചെയ്യപ്പെട്ടതായിരിക്കുന്ന പെണ്ണിന് സുമ്മനക്ക എന്നിട്ട് ഓളെ തന്നെ വിവാഹം ചെയ്തു. മടക്കിയെടുക്കാൻ പറ്റുമല്ലോ ഹുല്ല് ചെയ്താൽ. അപ്പോൾ അവളെ വിവാഹം ചെയ്തു ഇദ്ദത്തി ഇദ്ദയിൽ അവൻ്റെ ഇദ്ദായതുകൊണ്ട് എനിക്ക് വിവാഹം ചെയ്യാൻ പറ്റും. വേറെ ആൾക്ക് വിവാഹം കഴിക്കണമെങ്കിലാണല്ലോ ഇദ്ദത്ത് തീരേണ്ടത്. സുമ്മ വത്തി അങ്ങനെ മുമ്പൊരു വത്തുവും ചെയ്തു. തുമ്മത്തല്ലക്ക് അങ്ങനെ വത്ത് ചെയ്തതിൻ്റെ ശേഷം ആ പെണ്ണ് തലാഖ് ചൊല്ലിയാൽ ഇസ്തനഫത്ത് അവൾ തുടങ്ങണം ഒരു ഇദ്ദനെ തുടങ്ങണം. നേരത്തെ ഇരുന്നുകൊണ്ടിരിക്കുന്ന യുദ്ധ പൂർത്തിയാക്കിയാൽ പോരാന്നർത്ഥം. എന്തേ തുടങ്ങാൻ തടിയാൻ കാലിൽ അതിൽ പറ്റി നമ്മുടെ വത്ത് ചെയ്തതിന് വേണ്ടി തുടങ്ങണം. അപ്പോൾ ദഖലഫിഹ തുടങ്ങണ യുദ്ധയിൽ പ്രവേശിക്കും. അൽ ബഖിയ്യത്തു മിനൽ ഇദ്ദത്തി സാബിഖത്തി നേരത്തെ ഹുല്ല് ചെയ്ത പകരം യുദ്ധ വേണമല്ലോ. ആ യുദ്ധ ഒന്നോ രണ്ടോ കുറേ അയക്കണമെങ്കിൽ ഇനി ബാക്കിയുള്ളത് ഈലാണ്ട് കിടക്കും. അതിന് ബാക്കി ഈ യുദ്ധ പൂർത്തിയായ ശേഷം വേറെ ചെയ്യേണ്ടെന്നർത്ഥം. എന്താ നേരത്തെ ഹുല്ലിൻ്റെ യുദ്ധ ഇപ്പോഴത്തെ തലാഖിന് വേണ്ടി ഇരിക്കുന്ന യുദ്ധയിൽ കിടക്കുന്നറിയാൻ കാരണം അന്നുഹുമ നേരത്തുള്ളതായിരിക്കുന്ന ഹുല്ലിൻ്റെ യുദ്ധയും ഇപ്പോഴത്തെ തലാഖിൻ്റെ യുദ്ധയും രണ്ടും മീൻ ഷഖ്സിൻ വാഹിദിൻ ഒരേ വ്യക്തി എന്നുള്ളതാണല്ലോ. രണ്ടിൻ്റെ ആൾ ഭർത്താവ് ഒന്ന് തന്നെയാണല്ലോ എന്നർത്ഥം. സുബത്തിൻ്റെ പത്തിലൊക്കെ അങ്ങനെ അല്ല, പത്ത് ചെയ്ത ആൾ മറ്റേ ഭർത്താവും രണ്ടാളായിരുന്നു കൊണ്ടായിരുന്നു. അപ്പോൾ കാൽ ഫാറക്കിമാൻ പറഞ്ഞു ലമ്യ ബക്ക ബാദൻ നിക്കാഹി വൽ വത്തി ലമ്യ ബക്ക ബാക്കിയായിട്ടില്ല ബാദൻ നിക്കാഹി വൽ വത്തി നിക്കാഹും വത്തുവും കഴിഞ്ഞതിന് ശേഷം ബാക്കിയില്ലല്ലോ യുദ്ധ ബാക്കിയില്ലല്ലോ. അത്താഴക്കാര പറയപ്പെടാൻ വേണ്ടി നിന്ന് തദ്ഹുഫിയായി. അപ്പം അങ്ങനെയല്ലേ പറഞ്ഞത് നേരത്തെ ഉള്ളതായിരിക്കുന്നത്തെ യുദ്ധ ഇനി ഇല്ല കിടക്കുന്നു അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന്. കാരണം നേരത്തെ ആ ഇവിടെ മടക്കിയെടുത്തിക്കല്ലോ വേറെ വിവാഹം ചെയ്തിക്കല്ലേ എന്തെങ്കിലും വത്തുവും ചെയ്തിരിക്കുന്നു. അപ്പം പിന്നെ അവിടെ ഒരു യുദ്ധമല്ല മുമ്പത്തെ യുദ്ധയിൽ കടന്നെന്ന് പറയേണ്ടതില്ല എന്ന് അതേപോലെ സാങ്കേതിക നടത്തും. വലു തല്ലാക്ക് കബലിൽ വത്തി ഇപ്പം നമ്മൾ പറഞ്ഞു വത്തിൻ്റെ ശേഷം തലാക്കില്ല നീ മത്തിൽ പറഞ്ഞത് സുമ്മ വത്തിയ സുമ്മ തല്ലാക്ക് അത് നേരെ മാറ്റം. മുമ്പര് ഹുല്ല് ചെയ്ത പെണ്ണ് വിവാഹം ചെയ്തിട്ട് വത്തിൻ്റെ മുമ്പായിട്ട് ഓളെ തലാക്കില്ലിട്ടുണ്ടെങ്കിൽ ബനത്ത് എന്നാൽ അവൾക്ക് എടുക്കാം അലാമാ സബക്കമിൻ്റെ യുദ്ധത്തി നേരത്തെ യുദ്ധ ഹുല്ലിൻ്റെ യുദ്ധ എത്രയാണ് ആയതെങ്കിൽ ഒരു കുറു കഴിഞ്ഞാൽ ബാക്കി രണ്ട് കഴിഞ്ഞെങ്കിൽ ബാക്കി ഒന്ന് മതി. ബാക്കുമില്ല അതിനാണ്ട് പൂർത്തിയാക്കിയാൽ മതി. വലാ യുദ്ധത്തെ അവൾക്ക് യുദ്ധ ഇല്ല ലിഹാദ് തലാഖ് ഇത്തലാഖ് എന്ന് പറഞ്ഞാൽ പിന്നെ നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ തലാഖില്ലല്ലോ അതിന് വേണ്ട. എന്താ വേണ്ട അറിയാൻ കാണില്ല അന്നുഹു കാരണം
ഫീ നിക്കാഹിൻ ജദീദിൻ ലിയന്നഹു, കാരണം ഈ തലാക്ക് ഫീ നിക്കാഹിൻ ജദീദിൻ പുതിയൊരു നിക്കാഹിലുണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ വേണ്ട. ഖിലാഫിമാത്തൊക്കെ റജിയത്തി, റജിയത്തെ നമ്മൾ പാഠത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒലു റാജ 1000 സുമ്മത്തല്ലക്ക ഇസ്തീനഫാണ്. ആടെ അങ്ങനെയല്ല, ആടെ പുതിയ നിക്കാഹ് ഉണ്ടായിട്ടില്ല, മറിച്ച് നേരത്തെ നിക്കാഹിലേക്ക് മടക്കിക്കണം. അതുകൊണ്ടാണ് ആടെ വേണമെന്നുള്ള അഭിപ്രായം വന്നത്. ഇവിടെ വേറെ പുതിയ ആ നിക്കാഹിലേക്ക് മടക്കിക്കല്ലല്ലോ, ഇത് വേറെ നിക്കാഹാണ്. നിക്കാഹിലാണെങ്കിൽ 10 നടന്നിട്ടുമില്ല, അതുകൊണ്ട് ഇത് വേണ്ട. സുബ്ഹാനക അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുതഅല്ലിമീന അൽ ഫായിസീന അൽ ഉഖറമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.